നമസ്കാരം. പ്രതിരോധ രംഗത്തിന് ശുഭകരമായ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. രാജ്യത്ത് ആദ്യമായി നിർമ്മിച്ച തദ്ദേശീയ ഹൈഡ്രജൻ പവർ ഡ്രോണുകൾ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നതാണത്. പ്രതിരോധ മേഖലയ്ക്ക് പുതിയ ഊർജം പ്രദാനം ചെയ്യാൻ കെൽപ്പുള്ള ഹൈഡ്രജൻ പവർ ഡ്രോണുകൾ വികസിപ്പിച്ചത് പ്രതിരോധ ബഹിരാകാശ സാങ്കേതിക വിദ്യകളിൽ വൈദഗ്ധ്യം നേടിയ ഇന്ത്യയിലെ പ്രമുഖ കമ്പനിയായ പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ്. സ്വയം നിയന്ത്രിത ഹൈഡ്രജൻ പവർ അധിഷ്ഠിത ആളില്ല ആകാശവാഹനങ്ങളുടെ രൂപകൽപ്പനയിൽ മികവ് തെളിയിച്ച US ആസ്ഥാനമായ ഹെവന്റെ അനുബന്ധ സ്ഥാപനമായ ഇസ്രയേലിലെ ഹെൻഡ്രോൺസുമായുള്ള സംയുക്ത പങ്കാളിത്തത്തോടെയാണ് പാരസ് ഡിഫൻസ് ഇത്തരം ഒരു നേട്ടം സാധ്യമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ അമേരിക്കൻ എയ്റോസ്പേസ് ഇൻപുട്ടുകളും ഇസ്രയേലിന്റെ പ്രവർത്തന മികവും ഇന്ത്യയുടെ നിർമ്മാണ സ്കെയിലും സംയോജിപ്പിച്ചുള്ള ഉയർന്ന ശേഷിയുള്ള വിശ്വസനീയമായ ഡ്രോൺ സംവിധാനമാണ് കമ്പനി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ മുജ്ജൻ ശരത് ഷായാണ് ഹൈഡ്രജൻ പവർ ഡ്രോണുകൾ വിന്യാസത്തിന് തയ്യാറായി കഴിഞ്ഞുവെന്ന പ്രഖ്യാപനം നടത്തിയത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ രാജ്യം അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യാരംഗത്ത് കൈപ്പിടിയിലാക്കിയ കഴിവുകൾക്കാണ് പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ ഈ നേട്ടം അടിവരയിടുന്നത്. പരമ്പരാഗത ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ആളില്ല ആകാശവാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ ഒട്ടനേകം നേട്ടങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ബാറ്ററി അധിഷ്ഠിത ഡ്രോണുകളെക്കാൾ 5 ഇരട്ടി വരെ ദൈർഘ്യ കൂടുതലോടെ വായുവിൽ നിലനിൽക്കാൻ ഇവയ്ക്കാകും. മാത്രവുമല്ല, പറക്കൽ വേളകളിൽ തീർത്തും നിശബ്ദമായിരിക്കുമെന്നതും ഹൈഡ്രജൻ ഡ്രോണുകളുടെ സവിശേഷതയാണ്. അതിനാൽ തന്നെ ഇവ ദീർഘദൂര ദൗത്യങ്ങൾക്ക് തികച്ചും അനുയോജ്യമാണ്. മികച്ച സ്റ്റെൽത്ത് ശേഷിയും ഈ സംവിധാനം ഉറപ്പു നൽകുന്നു. 24 മണിക്കൂർ നിരീക്ഷണത്തിനും ഹൈഡ്രജൻ അധിഷ്ഠിത ഡ്രോണുകൾ ഏറെ അനുയോജ്യമാണ്. ഇത്തരമൊരു സംവിധാനത്തിന്റെ വികസനത്തിന് പിന്തുണ നൽകിയ ഹെവൻ ഡ്രോൺസിന്റെ സിസ്റ്റങ്ങൾ മികവുറ്റ പ്രവർത്തനക്ഷമതയാണ് പ്രകടമാക്കുന്നത്. പ്രത്യേകിച്ച് യുദ്ധഭൂമിയിൽ. അതുതന്നെയാണ് ഹെവൻ സിസ്റ്റങ്ങളെ വ്യത്യസ്തമാക്കുന്നതും. ഇസ്രയേലിലെ യുദ്ധഭൂമിയിൽ കമ്പനി നിലവിൽ സാധ്യമാക്കിയിരിക്കുന്ന ഹൈഡ്രജൻ ഡ്രോണുകളുടേതിന് സമാനമായ ഡ്രോണുകൾ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. അവയുടെ പ്രവർത്തനത്താൽ ഒരുപാട് മനുഷ്യജീവനുകൾ സംരക്ഷിക്കാനായി എന്നത് ശ്രദ്ധേയമാണ്. പാരാസ് MD മുജ്ജൻ ശരത് ഷാ പറയുന്നു. പെഹൽഗാം പോലുള്ള സംഭവങ്ങൾ തുറന്നുകാട്ടുന്ന പ്രധാന പ്രശ്നം ദുർബലമായ ഭൂപ്രദേശങ്ങളിൽ സ്ഥിരമായ ആകാശ ദൃശ്യപരതയുടെ അഭാവമാണ്. പരാസ് കമ്പനി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഹൈഡ്രജൻ പവർ ഡ്രോണുകൾ തടസ്സമില്ലാത്ത നിരീക്ഷണം നിലനിർത്താനുള്ള കഴിവ് പ്രദാനം ചെയ്യുന്നു. പ്രത്യേകിച്ച് രാത്രിയിലും ദുഷ്കരമായ കാലാവസ്ഥയിലും മനുഷ്യ പെട്രോളിംഗും പരമ്പരാഗത സംവിധാനങ്ങളും പരാജയപ്പെടുന്നിടത്ത് ഇത്തരത്തിലുള്ള ഹൈഡ്രജൻ പവർ ഡ്രോണുകൾ ഏറെ സഹായകരമാകും. സ്റ്റെബിലൈസ്ഡ് ഒപ്റ്റിക്കൽ പെലോഡുകൾ, തെർമൽ ഇമേജിംഗ്, വൈഡ് ഏരിയ കവറേജ് എന്നിവ ഇത്തരം ഡ്രോണുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ പുറമേ നിന്നുള്ള ഏതെങ്കിലും ആക്രമണകാരികൾ കടന്നു പോകുന്നതിനോ അണിനിരക്കുന്നതിനോ മുമ്പ് നേരത്തെ അത്തരത്തിലുള്ള ഭീഷണികൾ കണ്ടെത്തി ട്രാക്ക് ചെയ്യാനും അടിയന്തര നടപടികൾ സ്വീകരിക്കാനും ഇവ വഴിയൊരുക്കുന്നു, അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളിൽ സൈനിക പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുക എന്നത് മുൻനിർത്തിയാണ് ഇത്തരം ഡ്രോണുകൾ കമ്പനി വികസിപ്പിച്ചെടുത്തിരിക്കുന്നതെങ്കിലും ഇവ തുറമുഖങ്ങൾ, പവർ സ്റ്റേഷനുകൾ, അതിർത്തി ഗ്രാമങ്ങൾ, ദുരന്ത ഭൂമികൾ തുടങ്ങിയിടങ്ങളിലും വൻതോതിലുള്ള സിവിലിയൻ നിരീക്ഷണത്തിന് അനുയോജ്യമാക്കാൻ കഴിയും. ഇങ്ങനെ സൈനിക പ്രവർത്തനങ്ങൾക്ക് എന്ന പോലെ മറ്റു വ്യത്യസ്ത തലങ്ങളിലും ഈ സംവിധാനം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നത് ഇത്തരം ഡ്രോണുകളുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ്. പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജീസ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ മുജ്ജൽ ശരത് ഷാ കൂട്ടിച്ചേർത്തു. നിലവിൽ ഈ കമ്പനി തങ്ങൾ വികസിപ്പിച്ചെടുത്ത ഹൈഡ്രജൻ പവർ ഡ്രോണുകൾ ഉടനടി വിന്യസിക്കുന്നതിനായി പ്രതിരോധ ഏജൻസികളുമായി ചർച്ചകൾ നടത്തിവരികയാണ്. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവ പ്രായോഗിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്കായി വിന്യസിക്കാൻ സാധിക്കുമെന്നാണ് കമ്പനി അധികൃതർ പ്രതീക്ഷിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.